Electric field due to a dipole at any point on the axial line. Dipole എന്താണെന്നും dipole moment എന്താണെന്നും അറിയാം. ആ ഐഡിയാസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്തതാണ്. അതെന്താണെന്ന് നമുക്കൊന്ന് ഓടിച്ചു നോക്കിയിട്ട് ഇന്നത്തെ ഡെറിവേഷനിലേക്ക് പോവാം. ഓക്കെ, ഒന്നാമതായിട്ട് ഡൈപോൾ. ഡൈപോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് ഈസ് കോൾഡ് ഇലക്ട്രിക് ഡൈപോൾ. നമുക്കറിയാം ഡൈപോളിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ് ഡൈപോളിന്റെ ഡയറക്ഷൻ എന്ന് നമുക്ക് അറിയാം. ഓക്കെ, സോ ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഡൈപോൾ. Dipole moment is P is equal to 2aq, either charge and product of either charge and length of the dipole. Okay, നമ്മുടെ ഇന്നത്തെ ഡെറിവേഷൻ ആണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഡൈപോൾ അറ്റ് എനി പോയിന്റ് ഓൺ ദ ആക്സിൽ ലൈൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് യു മീൻ ബൈ ആക്സിൽ പോയിന്റ്? എന്താണ് ആക്സിൽ പോയിന്റ്? അത് ഞാൻ കാണിക്കാം. ഈ ഡൈപോൾ, ഈ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്ന ഡൈപോളിന്റെ ലെന്ത് 2a ആണ്. ഈ കാണുന്ന ഇതിനെയാണ് ആക്സിസ് എന്ന് വിളിക്കുന്നത്. ഈ ലൈനാണ് ആക്സിസ് ഓഫ് ദ ഡൈപോൾ. സോ ആ ലൈൻ ഇങ്ങോട്ടും എക്സ്റ്റെൻഡ് ആവാം, ആ സൈഡിലോട്ട് എക്സ്റ്റെൻഡ് ആവാം. അങ്ങനെയുള്ള ഏത് പോയിന്റിനെയും ആക്സിൽ പോയിന്റ് എന്ന് വിളിക്കും. സോ സപ്പോസ് ദിസ് ഈസ് ദ ആക്സിൽ പോയിന്റ്. കിട്ടിയോ? ഓക്കെ, നമ്മൾ ഡെറിവേഷനിലേക്ക് പോവാണ്. കൺസിഡറിങ് എ ഡൈപോൾ ഹാവിംഗ് ചാർജസ് പ്ലസ് q ആൻഡ് മൈനസ് q, ഡിസ്റ്റൻസ് ഈസ് 2a. കൺസിഡറിങ് എ പോയിന്റ് p അറ്റ് എ ഡിസ്റ്റൻസ് r from the center of the dipole. Okay, dipoleന്റെ സെന്റർ is O. ഓയിൽ നിന്ന് P വരെയുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ R എന്നെടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ O മുതൽ പ്ലസ് Q വരെയുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് A എന്ന് വിളിക്കാം. O മുതൽ മൈനസ് Q വരെയുള്ള ഡിസ്റ്റൻസും A ആയിരിക്കും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. നമുക്കറിയാം ചാർജസ് ആണ്, പ്ലസ് Q ചാർജും ഉണ്ട്, മൈനസ് Q ചാർജും ഉണ്ട്. അപ്പൊ ആ പോയിന്റ് പിയില് പ്ലസ് Q ചാർജ് മൂലം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, മൈനസ് Q ചാർജ് മൂലം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ടോട്ടൽ കണ്ടുപിടിക്കാനായിട്ട് രണ്ടും ഇൻഡിവിജ്വലി കണ്ടുപിടിച്ചിട്ട് സമ്മ് ചെയ്താൽ മതി. ഓക്കെ, നോക്കാം. സോ ഈ പി എന്ന് പറയുന്ന പോയിന്റിലെ പ്ലസ് Q ചാർജ് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് നമുക്കറിയാം. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ എവേ ഫ്രം ദ ചാർജ്. അപ്പൊ ഡയറക്ഷൻ എങ്ങോട്ടിരിക്കും? ദിസ് ഡയറക്ഷൻ. സോ ദിസ് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി ഡ്യൂ ടു പ്ലസ് ചാർജ്. ഇ പ്ലസിന്റെ ഡയറക്ഷൻ. മൈനസ് ചാർജ് മൂലമുള്ള അങ്ങനെ ടുവേർഡ്സ് ദ ചാർജ്. അപ്പൊ എങ്ങോട്ട് വരും? ടുവേർഡ്സ് ദിസ് ഡയറക്ഷൻ. ഓക്കെ, സോ ദിസ് ഈസ് ഇ പ്ലസ് ആൻഡ് ദിസ് ഈസ് ഇ മൈനസ്. അപ്പം ഈ പോയിന്റ് പിയിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇ പ്ലസ് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇ പ്ലസ് കണ്ടുപിടിക്കുക, ഇ മൈനസ് കണ്ടുപിടിക്കുക, രണ്ടുകൂടെ ആഡ് ചെയ്യുക. ഓക്കെ, സോ നമുക്കറിയാവുന്ന ഇക്വേഷൻസ് ആണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. അത് നമ്മൾ പഠിച്ചതാ. എന്തായിരുന്നു? ഇ ഈസ് ഈക്വൽ ടു, ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കുക പ്രീവിയസ് ഐഡിയാസ്. ഇ ഈസ് ഈക്വൽ ടു പഠിച്ചതാ ആദ്യത്തെ 1/4πε0 q ബൈ r സ്ക്വയർ. ഓക്കെ, ഇവിടെ നമുക്ക് പ്ലസ് Q ചാർജും ആണ്, മൈനസ് Q ചാർജും ആണ്. അപ്പൊ നമുക്ക് അടുത്തത് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് പി ഡ്യൂ ടു പോസിറ്റീവ് ചാർജ്. അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഇ പ്ലസ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇ പ്ലസ് ഇസ് ഈക്വൽ ടു 1/4πε0. ചാർജ് ഏതാണ്? പ്ലസ് Q ആണ്. Q ഡിവൈഡഡ് ബൈ ചാർജിൽ നിന്ന് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്. ചാർജ് ഇതാണ്, ഇതിൽ നിന്ന് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് നോക്കിയേ. സെന്ററിൽ നിന്ന് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആറും സെന്ററിൽ നിന്ന് ചാർജിലേക്കുള്ള ഡിസ്റ്റൻസ് എയും. അപ്പോൾ ചാർജിൽ നിന്ന് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയായിട്ട് എടുക്കാം? r മൈനസ് എ. റൈറ്റ്? ഓക്കെ, r മൈനസ് എ, r മൈനസ് എ. ഇപ്പൊ നമുക്ക് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. q ബൈ r മൈനസ് എ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി ഡ്യൂ ടു ദ നെഗറ്റീവ് ചാർജ്. അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഇ മൈനസ്. ഇ മൈനസ് ഈസ് ഈക്വൽ ടു 1/4πε0. ചാർജ് മൈനസ് ആണ്, മൈനസ് Q ഡിവൈഡഡ് ബൈ, ഇനി ഡിസ്റ്റൻസ് നോക്കിക്കേ. ഓക്കെ, സോ മൈനസ് ആർ. ആർ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസ് R ആണ്. അതിൽ നിന്ന് എത്രയും കൂടി മതി? എ ഡിസ്റ്റൻസ് കൂടെ പോയാൽ മതി. എന്നാൽ ടോട്ടൽ എത്ര വരും? R പ്ലസ് എ വരും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, മൈനസ് Q ഡിവൈഡഡ് ബൈ R പ്ലസ് എ ദ ഹോൾ സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 2.
ഇനി എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ഇലക്ട്രിക് പ്രിൻസിപ്പിൾ അനുസരിച്ച് രണ്ടുകൂടെ ആഡ് ചെയ്താൽ മതി. ഇ ഈസ് ഈക്വൽ ടു ഇ പ്ലസ് പ്ലസ് ഇ മൈനസ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. ഇസ് ഈക്വൽ ടു 1/4πε0 q by r minus a the whole square plus 1/4πε0 minus q divided by r plus a the whole square. So equation clear ആണ്. by 4πε0 യും q ഉം common. So we can take it outside. q by 4πε0 into 1 by ബാക്കി എന്തുണ്ട്? r minus a the whole square. This minus 1 by r plus a the whole square. Okay. Solve ചെയ്യുന്നു. Equal to q by 4πε0. Okay. Cross multiplication. R plus a the whole square. R plus a the whole square into 1. R plus a the whole square minus r minus a the whole square divided by r plus a the whole square into r minus a the whole square. So the whole square into r plus a the whole square. Okay. കഴിഞ്ഞു. ഇനി നമുക്കത് സോൾവ് ചെയ്യാം. ഓക്കെ, സോ ആദ്യം ന്യൂമറേറ്റർ സോൾവ് ചെയ്യുന്നു, ദെൻ ഡിനോമിനേറ്റർ നമുക്ക് സോൾവ് ചെയ്യാം. ശ്രദ്ധിച്ചു. ഓക്കെ, സോ സോൾവ് ചെയ്യുമ്പം ആർ പ്ലസ് എ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. ആർ മൈനസ് എ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. ആർ പ്ലസ് എ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. ആർ മൈനസ് എ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, സോ ആർ പ്ലസ് എ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ സ്ക്വയർ പ്ലസ് 2ar പ്ലസ് എ സ്ക്വയർ. ആർ മൈനസ് എ ദ ഹോൾ സ്ക്വയർ ഈസ് ആർ സ്ക്വയർ മൈനസ് 2ar പ്ലസ് എ സ്ക്വയർ. ഓക്കെ, ഇത് ഇനി ഡിനോമിനേറ്റർ നോക്കിയാൽ ആർ മൈനസ് എ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ പ്ലസ് എ ദ ഹോൾ സ്ക്വയർ. അത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമാ. സോ ആർ പ്ലസ് എ ഇൻറ്റു ആർ മൈനസ് എ എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ സ്ക്വയർ ഉണ്ട്. ആർ പ്ലസ് എ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ മൈനസ് എ ദ ഹോൾ സ്ക്വയർ സിക്കൽട്ട് എന്ത് വരും? ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഇനി നമുക്ക് ഈ കിട്ടിയ ഇക്വേഷൻസ് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, q by 4πε0 ആർ പ്ലസ് എ ഹോൾ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആർ സ്ക്വയർ പ്ലസ് 2ar പ്ലസ് എ സ്ക്വയർ മൈനസ് ഓഫ് ആർ സ്ക്വയർ മൈനസ് 2ar പ്ലസ് എ സ്ക്വയർ. ഡിനോമിനേറ്റർ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. സോൾവ് ചെയ്യുക. ഓക്കെ, സോൾവ് ചെയ്യുമ്പം നമുക്ക് കാണാൻ സാധിക്കും ആർ സ്ക്വയറും കട്ടായി, എ സ്ക്വയറും കട്ടായി. ബാക്കി എന്തുണ്ട്? ഇ ഈക്വൽ ടു q by 4πε0 2ar minus minus plus 2ar plus 2ar is 4ar divided by r square minus a square the whole square. Okay, so next നമുക്കറിയാം ഡൈപോൾ മൂവ്മെന്റ് p ഇല്ലാതെ ഡൈപോളിന്റെ ഒരു ഇക്വേഷനും എഴുതാൻ പറ്റത്തില്ല. അപ്പൊ നമുക്കറിയാം ഡൈപോൾ മൂവ്മെന്റ് p is equal to എന്താണ്? 2aq ആണ്. നമുക്ക് ഈ ഇക്വേഷൻ നോക്കി അറിയാം q4a. ഇത് രണ്ടും കൂടെ ചേർത്ത് എങ്ങനെ എഴുതാം? 4aq. സോ ഹിയർ 4aq നെ നമുക്ക് 2 into 2aq എന്ന് എഴുതാം. ഓക്കെ, 2 into 2aq is 2p. സോ 4aq ന് പകരം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. e is equal to 1/4πε0 2pr divided by r square minus a square the whole square. Okay, so ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ടു ഡൈപോൾ അറ്റ് എനി പോയിന്റ് ഓൺ ആക്സിൽ ലൈനിന്റെ ഒരു ഇക്വേഷൻ. നമ്മളൊരു അസംപ്ഷൻ കൺസിഡർ ചെയ്യുകയാണ്. ഫോർ എ ഷോർട്ട് ഡൈപോൾ വി ആർ കൺസിഡറിങ്
ഷോർട്ട് ഡൈപോൾ ഫോർ എ ഷോർട്ട് ഡൈപോൾ. അപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ആണ് വാട്ട് യു മീൻ ബൈ എ ഷോർട്ട് ഡൈപോൾ. ഷോർട്ട് ഡൈപോൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഡൈപോളിന്റെ ലെന്ത് വളരെ ചെറുതായിരിക്കും. ഡൈപോൾ ഈസ് വെരി ഷോർട്ട്. പക്ഷെ ആക്സൽ പോയിന്റ് എന്ന് പറയുന്നത് ആറിന്റെ ഡിസ്റ്റൻസ്, ആക്സൽ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് വെരി ലാർജ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് പി വളരെ അകലെയാണ്, എ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആറ് വളരെ കൂടുതലാണ്. സോ ആർ ഈസ് ഗ്രേറ്റർ ദാൻ എ. therefore എന്ത് ചെയ്യാം, എ സ്ക്വയർ ക്യാൻ ബി നെഗ്ലക്റ്റഡ്. Okay, therefore E is equal to 1 by 4 pi epsilon 0 2PR divided by A square കട്ടായി. A square കട്ടാകുമ്പോഴത്തേക്കും ബാക്കി R square the whole square. R square the whole square is R raised to 4. Okay, R raised to 4 ഉം R കൂടെ കട്ടാവും, ബാക്കി ഇവിടെ R cube ആവും. So next line, E is equal to 1 by 4 pi epsilon 0 2p divided by r cube. P എന്ന് പറയുന്നത് ഡൈപോൾ മൂവ്മെന്റ് ആണ്. R is the distance to the point from the center of the dipole. So ഞാൻ ഇക്വേഷൻ ഒന്ന് ക്ലിയർ ആയിട്ട് എഴുതുകയാണ്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു a dipole at any point on the axial line, E axial, is equal to 1 by 4 pi epsilon 0 2p by r cube. From this equation it is clear that E is proportional to 1 by r cube. ഇത് നിങ്ങൾ പൊട്ടൻസ് കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ കുറഞ്ഞു വരും. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ താഴെ കമന്റ് ചെയ്താൽ മതി, ഞാനത് സോൾവ് ചെയ്തു തരാം. ഓക്കെ, താങ്ക് യു.